ഇതാണ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോൺ. അതെ, 5500 mAh ബാറ്ററി കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണാണ് വിവോ V40e എന്ന അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഫോൺ. V40e എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആയിരിക്കും അല്ലേ? ഇത് സ്ലിം ആക്കി ഇറക്കിയതായിരിക്കുമോ അതോ വില കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് കളഞ്ഞപ്പോ ഇത് സ്ലിം ആയി പോയതായിരിക്കും? വെറും 7.5 mm തിക്നസ് മാത്രമാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു തിക്നസിനകത്ത് 5500 mAh ബാറ്ററി കുത്തി കയറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്. ഏകദേശം 30,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഇതിന്റെ വില വരുന്നത്. 128 AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ഏകദേശം എല്ലാ ഫോണിനകത്തും അതൊരു ബേസ് ആയിട്ടുണ്ട്. 128 AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ബേസ് ആയിട്ടുണ്ട്. പിന്നെ 50 മെഗാപിക്സൽ സോണിയുടെ ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. 8 MB ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് 4K വീഡിയോ ഒക്കെ ഒരു ഹൈബ്രിഡ് സ്റ്റെബിലൈസേഷനോട് കൂടി വലിയ ഷേക്ക് ഒന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. ഒരുപാട് ഭയങ്കര സംഭവം എന്ന് പറയാനൊന്നുമില്ല. നോർമൽ ഫോണാണ്. Dimensity 7200 ആണ് ചിപ്സെറ്റ് വരുന്നത്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ മറ്റു V40 ലൈനപ്പിലെ പോലെ ഈ ഓറ ലൈറ്റിംഗ് സംവിധാനം ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് ഞാൻ കാണുന്ന ഗൈസ്, ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് UFS 2.2 ആണ്. അത് മാറ്റുന്ന സമയം ഒരുപാട് കഴിഞ്ഞു. ഇവൻച്വലി ആപ്പുകൾ ലോഡ് ആവുന്നതൊക്കെ സ്ലോ ആവും ഗൈസ്. അതാണ് ഈ UFS 2.2ന്റെ ഒരു കുഴപ്പം. അപ്പോൾ അത്രേ ഉള്ളൂ V40e പറ്റി പറയാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി എന്നാൽ.